ഈ സെഷനിൽ നമ്മൾ അറേ എന്ന് പറയുന്ന ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊമേഴ്സ് വിഭാഗത്തിൻ്റെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ രണ്ടാമത്തെ അധ്യായമാണ് അറേ എന്ന് പറയുന്നത്. സോ ചാപ്റ്റർ ഈസ് അറേസ്. എന്താണ് അറേ? അറേ ഒരു ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അറേ ഈസ് എ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്. അറേ ഒരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പാണ്. C++ൽ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സിനെ കുറിച്ച് നമുക്കറിയാം. ഇന്റ്, ഫ്ലോട്ട്, ക്യാർ, ഡബിൾ, വോയിഡ് ഇവയാണ് നമ്മൾ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് എന്നറിയപ്പെടുന്നത്. ഈ ഡാറ്റ ടൈപ്സ് ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പുതിയൊരു ഡാറ്റ സ്ട്രക്ചറാണ് അറേ എന്ന് പറയുന്നത്. അപ്പൊ അറേ എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പാണ്. ഡിറൈവ്ഡ് മീൻസ് വിച്ച് ഇസ് മെയ്ഡ് ഫ്രം an existing one. അപ്പോൾ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പുകളിൽ നിന്ന് അല്ലെങ്കിൽ ആൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പുകളിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്ന പേരാണ് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്. അറേ ഈസ് an example for derived data type. Then second point about array is array can store similar type of values under a single name. അറേയുടെ പ്രത്യേകത, അറേ ക്യാൻ സ്റ്റോർ സിമിലർ ടൈപ്പ് ഓഫ് വാല്യൂസ് അണ്ടർ എ സിംഗിൾ നെയിം. ഒറ്റ പേരിൽ ഒരു വേരിയബിൾ നെയിം അല്ലെങ്കിൽ ഒരു ഐഡന്റിഫയറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരേ തരത്തിലുള്ള ഒരുപാട് വാല്യൂസിന് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ദെൻ അറേ എലമെന്റ്സ് ആർ stored in contiguous memory locations. ഒരു അറയിലേക്ക് നേരത്തെ പറഞ്ഞു ഒരേ തരത്തിലുള്ള ഒരുപാട് എലമെന്റ്സിനെ അറയിൽ ഒരേ സമയം നമുക്ക് സ്റ്റോർ ചെയ്യാം. അങ്ങനെയുള്ള എലമെന്റ്സിനെ ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് തുടർച്ചയായി വരുന്ന മെമ്മറി ലൊക്കേഷനുകളിലാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ആക്സസിങ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ദെൻ array elements are accessed. Array elements are accessed using subscript or index. ഓരോ അറേ എലമെന്റിനെയും അറേയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരുപാട് എലമെന്റുകളിൽ ഓരോന്നിനെയും നമുക്ക് ആവശ്യത്തിന് എടുക്കാനും അങ്ങോട്ട് വാല്യൂസിനെ കൊണ്ടുപോയി വെക്കാനും പറ്റും. അതിനാണ് അറേ എലമെന്റ്സിനെ ആക്സസ് ചെയ്യുക എന്ന് പറയുന്നത്. ഈ അറേ എലമെന്റ്സിനെ ആക്സസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓരോ എലമെന്റ്സിനെയും നമ്മൾ തിരിച്ചറിയുന്നത് ഉപയോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? അറേയുടെ സബ്സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഇൻഡെക്സ് ഉപയോഗിച്ചിട്ടാണ്. ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാണ്. ഇതാണ് ഇതിന്റെ ഒരു അറേയുടെ ഒരു ഡിസ്ക്രിപ്ഷൻ. എന്താണ് അറേ എന്ന് ചോദിച്ചാൽ ഉള്ള ഉത്തരം ഇതാണ്. അറേ എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പാണ്. അറേ ക്യാൻ സ്റ്റോർ സിമിലർ ടൈപ്പ് ഓഫ് വാല്യൂസ് അണ്ടർ എ സിംഗിൾ നെയിം. ഒറ്റ പേരിൽ ഒരുപാട് വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും, ഒരേ തരത്തിലുള്ള വാല്യൂസ്. Array elements are stored in contiguous memory locations.
തുടർച്ചയായി വരുന്ന മെമ്മറി ലൊക്കേഷനുകളിലാണ് അറേ എലിമെന്റ്സിനെ സ്റ്റോർ ചെയ്യുന്നത്. അറേ എലിമെന്റ്സ് ആർ ആക്സസ്ഡ് യൂസിങ് സബ്സ്ക്രിപ്റ്റ് ഓർ ഇൻഡെക്സ്. അറേയുടെ ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓരോ എലിമെന്റ്സിനെയും ആക്സസ് ചെയ്യുന്നത്. This of course surely this will give you a big picture. കൃത്യമായിട്ടൊരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല. തിയററ്റിക്കലി നമ്മളിങ്ങനെ പറഞ്ഞു പോവാണ്. ഇനി നമ്മൾ കൃത്യമായിട്ട് എന്താണ് ഈ അറേയുടെ ഉപയോഗം, എവിടെയാണ് അത് ഉപയോഗപ്പെടുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. Let us see. ഒരുപാട് വാല്യൂസിനെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരേ തരത്തിലുള്ള ഒരുപാട് വാല്യൂസിനെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അറേ നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കൊരു ഉദാഹരണം നോക്കാം. നമുക്കൊരു 10 കുട്ടികളുടെ മാർക്ക് കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യുകയും ആ മാർക്കുകളുടെ ശരാശരി അല്ലെങ്കിൽ ആവറേജ് കാണുകയും വേണം എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ കോഡ് എഴുതും INT മെയിൻ എന്ന് പറഞ്ഞ് എഴുതുന്നു. എത്ര മാർക്കാണ് നമുക്ക് വേണ്ടത്? 10 കുട്ടികളുടെ മാർക്കാണ് വേണ്ടത്. അപ്പൊ 10 കുട്ടികളുടെ മാർക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഇൻറ്റ് A B C D E F G H I 1 2 3 4 5 6 7 8 9 10 അത്രയും മാർക്ക് സ്റ്റോർ ചെയ്യാം. Then float AVG ആവറേജ് കാൽക്കുലേറ്റ്, ആവറേജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് AVG എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യും. ഇനി നമുക്ക് ഈ 10 കുട്ടികളുടെ മാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ എഴുതാം. സെയിം A B C D E F G H I J. വർക്ക് കൺകാറ്റിനേറ്റ് ചെയ്തിട്ട് ഒരുപാട് വേരിയബിൾസിനെ നമ്മൾ ഒറ്റ സീനിൽ കൊടുക്കാം. ഇനിയോ ആവറേജ് ഈക്വൽ ടു ഫ്ലോട്ട് ആയിട്ട് കാസ്റ്റ് ചെയ്യാം. A plus B plus C plus D plus E plus F plus G plus H I J divided by 10. Cout AVG. Return 0. ഇതാണ് പ്രോഗ്രാം. ദിസ് ഇസ് ഫൈൻ. 10 കുട്ടികളുടെ മാർക്കേ ഉള്ളൂ. 10 വേരിയബിൾസ് ഉപയോഗിച്ചു, അത് തമ്മിൽ സം ചെയ്തു, അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ആവറേജ് കിട്ടി, പ്രശ്നമില്ല. നമ്മൾ 20 കുട്ടികളുടെ ഡീറ്റെയിൽസ് ആണെന്ന് വിചാരിച്ചോളൂ. ഒരു പരിധി വരെ നമുക്ക് വീണ്ടും ഇതേപോലെ വേരിയബിൾസിനെ കൂട്ടിയിട്ട് ഓരോ വേരിയബിളിലും ഓരോ വാല്യൂസും സ്റ്റോർ ചെയ്തിട്ട് പോവാം. എന്നിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതാം. ഇനി അത് 100 ആവുകയാണെങ്കിലോ? ആവറേജ് മാത്രമല്ല, പലതരത്തിലുള്ള ഓപ്പറേഷൻസ് ഓരോ കുട്ടിയുടെ മാർക്കിലും ചെയ്യേണ്ടതുണ്ടെന്ന് വിചാരിച്ചോളൂ. ആ 100 എന്നുള്ളത് 1000 കുട്ടികളുടെ ഡീറ്റെയിൽസ് ആവുമെന്ന് വിചാരിച്ചു, മാർക്കാവുമെന്ന് വിചാരിച്ചു. അപ്പൊ ഇതിനെ കൈകാര്യം ചെയ്യുക, ഈ രീതിയിൽ കൈകാര്യം ചെയ്യുക, വ്യത്യസ്ത പേരുകളിൽ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. ഇനി ഇതിന് പകരം നമ്മൾ ഇവയെല്ലാം കൂടെ ഒറ്റ വേരിയബിളിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നു എന്ന് വിചാരിക്കുക. ആ ഒരു സംവിധാനമാണ് അറേ എന്ന് പറയുന്നത്. സി, നമുക്കറിയാം നമ്മുടെ നോർമൽ ഡിക്ലറേഷൻ ഇങ്ങനെയാണ്. INT ഒരു നം എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. INT നം. എന്താ സംഭവിക്കുന്നത്?
സപ്പോസ് ദിസ് ഈസ് അവർ റാം, ഇതാണ് നമ്മുടെ റാം എന്ന് വിചാരിക്കുക. ഇതിലേതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു 4 ബൈറ്റിനെ റിസർവ് ചെയ്യും, 4 bytes ഇൻ മെമ്മറി. എന്നിട്ട് ഈ സ്ഥലത്ത് എന്ത് പേര് കൊടുക്കും? നം എന്ന് പേര് കൊടുക്കും. ഇതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഓരോ ബൈറ്റിനും ഓരോ നമ്പർ കൊടുക്കുന്നത്. 1000, 1001, 1002, 1003. ഇങ്ങനെ ഈ 4 ബൈറ്റുകൾ ഉപയോഗിച്ച ഈ സ്പേസിന് നം എന്ന് പറയുന്ന പേര്. റൈറ്റ്. ഇതിൽ നമുക്ക് ഒരു നമ്പറെ ഒരു സമയത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. 10 കുട്ടികളുടെ മാർക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എ ബി സി ഡി എന്ന് പറയുന്ന പേരുകളിൽ വേരിയബിൾസിനെ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് അത് ഉപയോഗിച്ചു. ഇനി സപ്പോസ് നമ്മൾ ഇതൊന്ന് മാറ്റി പിടിക്കുക. We are making a declaration like this: int num. In a square bracket we are writing this 10. Here comes the difference. ഇതാണ് അറേയുടെ ഡിക്ലറേഷൻ. വളരെ സിമ്പിൾ ആണ്, വളരെ ലളിതമായിട്ട് നമുക്ക് മാറ്റാം. ഈ വേരിയബിൾ, ഏത് വേരിയബിളിനെയാണോ നമ്മൾ അറേ ആക്കാൻ ഉപയോഗിക്കുന്നത്, ആ വേരിയബിൾ കഴിഞ്ഞിട്ട് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് എത്ര നമ്പറുകളാണ് അതിൽ പരമാവധി സ്റ്റോർ ചെയ്യേണ്ടത് ആ സംഖ്യ കാണിച്ച് സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ക്രിയേറ്റ് an array. What is the type of the array? Int. നമ്മൾ പറഞ്ഞു array is a derived data type. ഇവിടെ int എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് ആൾറെഡി നമുക്കുണ്ട്. അതിൽ നിന്ന് നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംഗതിയാണ് ഒരു കൂട്ടം സംഖ്യകളെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു സംവിധാനം ഉണ്ടാക്കി, ഒരു ഡാറ്റ സ്ട്രക്ചർ ഉണ്ടാക്കി. അതിൽ ഒരേ തരത്തിലുള്ള ഇൻഡിജർ വിഭാഗത്തിൽപ്പെടുന്ന 10 സംഖ്യകളെ ഒരേ സമയത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ നം ബിക്കംസ് an array. നം ഒരു അറേ ആയിട്ട് മാറുന്നു. ഇതൊരു ഓർഡിനറി വേരിയബിൾ ആയിരുന്നു നം. ഇതിൽ ഒരു നമ്പറിനെയായിരുന്നു നമുക്ക് ഒരു സമയത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റിയിരുന്നത്. നമ്മുടെ ഡിക്ലറേഷൻ ഇങ്ങനെ ആക്കുന്നതോടുകൂടി എന്തായി? നം എന്ന് പറയുന്നത് ഇറ്റ് ബിക്കംസ് an array. ഇറ്റ് ബിക്കംസ് an array. ഒരു അറേ ആയിട്ട് മാറുന്നു. പരമാവധി എത്ര വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും? ഇറ്റ് ക്യാൻ സ്റ്റോർ എ മാക്സിമം ഓഫ് 10 numbers. എ മാക്സിമം ഓഫ് 10 elements. സിമിലർ വാല്യൂസ്, സിമിലർ ടൈപ്പ് ഓഫ് വാല്യൂസ്, ഹോമോജീനിയസ് വാല്യൂസ് എന്നാണ് പറയാറ് ഇതിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂസിന്. ഏത് തരത്തിലുള്ള വാല്യൂസ് ആണ് ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുക? ഇൻഡിജർ സംഖ്യകളാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുക. സോ ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ വന്നു കഴിഞ്ഞാൽ what will be the memory allocation? നമ്മൾ പറഞ്ഞു നേരത്തെ അറേയെ കുറിച്ച് പറഞ്ഞപ്പോൾ elements are stored in contiguous memory locations, continuous memory locations, one after another. അപ്പോ ഇവിടെ നമ്മൾ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള കുറെ ബൈറ്റുകൾ റിസർവ് ചെയ്യും. ഈ മൊത്തം ഏരിയക്ക് നമ്മൾ എന്ത് പേര് കൊടുത്തു? That area is known as num. ഇനി അതിൽ എത്ര നമ്പറുകളെ സ്റ്റോർ ചെയ്യണം? 10 നമ്പറുകളെ സ്റ്റോർ ചെയ്യണം. ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ് സ്റ്റോർ ചെയ്യേണ്ടത്? ഇൻഡിജർ വിഭാഗത്തിൽപ്പെട്ടതാണ് സ്റ്റോർ ചെയ്യേണ്ടത്. ഒരു ഇൻഡിജറിന് എത്ര ബൈറ്റുകൾ ഉപയോഗിക്കുന്നു? 4 ബൈറ്റ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ 4 bytes. അങ്ങനെയാണെങ്കിൽ ഒരു 4 ബൈറ്റ്, അടുത്ത 4 ബൈറ്റ്, അടുത്ത 4 ബൈറ്റ്, 4, 1, 2, 3, 4, 5, 6, ഇങ്ങനെ 10 ആണ്. 1, 2, 3, 4, 5, 6, 7 up to 10. അങ്ങനെ 10 ബൈറ്റുകൾ റിസർവ് ചെയ്യും. 10 ലൊക്കേഷൻ, 10 നമ്പറുകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് റിസർവ് ചെയ്യും. ഒരു ബൈറ്റ്, ഒരു നമ്പർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി എത്ര ബൈറ്റ് വേണം? 4 ബൈറ്റ് വേണം. അങ്ങനെ 10 എണ്ണത്തിന് എത്ര വേണം? 10 × 4, 40 ബൈറ്റ്. അപ്പൊ ഇത് ആകെ എത്ര കാണും? നം എന്ന് പറയുന്ന പേരിൽ റിസർവ് ചെയ്തിരിക്കുന്ന ആകെ എത്ര കാണും? 40 ബൈറ്റുകളുണ്ട്. ഇവിടെ നമുക്ക് ഒരു നമ്പറിനെ കൊണ്ട് സ്റ്റോർ ചെയ്യാം, ഇവിടെ മറ്റൊരു നമ്പറിനെ സ്റ്റോർ ചെയ്യാം, ഇവിടെ മറ്റൊരു നമ്പറിനെ സ്റ്റോർ ചെയ്യാം, മറ്റൊരു നമ്പർ സ്റ്റോർ ചെയ്യാം. ഇനി ഈ ഓരോ ലൊക്കേഷനുകളും അറിയപ്പെടുന്നത് ഒരു നമ്പർ ഉപയോഗിച്ചിട്ടാണ്. That number is called index or subscript.
ഒരു അറയിലെ എലമെന്റ്സിനെ നമ്മൾ ആക്സസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്പർ, അതിന് പറയുന്ന പേരാണ് ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ്. ഈ സ്ഥലത്തിന് നമ്മൾ 0 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് ഐഡന്റിഫൈ ചെയ്യും. ദിസ് ഈസ് 1, ദിസ് ഈസ് 2, ദിസ് ഈസ് 3, ദിസ് 4 ആൻഡ് സോ ഓൺ അപ് ടു 9. പരമാവധി 10 എണ്ണം. ഇൻഡെക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാണ്? 0-ൽ നിന്ന്. അപ്പൊ അതുകൊണ്ട് 10 സൈസുള്ള അറയുടെ ഇൻഡെക്സ് or subscript starts from 0 and run up to 9. അപ്പോൾ അതിന്റെ ഇൻഡെക്സ് 0 മുതൽ 9 വരെ ആയിരിക്കും. ഒരു അറയുടെ സൈസ് 100 ആണെങ്കിൽ അതിന്റെ ഇൻഡെക്സ് 0 മുതൽ 99 വരെ ആയിരിക്കും. ഒരു അറയുടെ സൈസ് 25 ആണെങ്കിൽ അതിന്റെ ഇൻഡെക്സ് 0 മുതൽ 24 വരെ ആയിരിക്കും. സോ ദിസ് നമ്പർ ഈസ് കാൾഡ് ഇൻഡെക്സ്. ഇനി നമ്മുടെ പ്രോഗ്രാമിൽ ഈ സ്ഥലത്തെ അറിയാൻ വേണ്ടി, തിരിച്ചറിയാൻ വേണ്ടി നം ഓഫ് 0 എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അത് ഇതാണ് സ്ഥലം. നം ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സ്ഥലം. നം ഓഫ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലത്തിലുള്ള വാല്യൂ ആണ്. നം ഓഫ് 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലത്തുള്ള വാല്യൂ. സോ ദിസ് 0, 1, 2 etc. are called index or subscript. Array elements are accessed using index or subscript. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് ഒന്ന് സമ്മറൈസ് ചെയ്യാം. How will you declare an array? നമ്മൾ പറഞ്ഞു array സിമിലർ ടൈപ്പ് ഓഫ് എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പാണ്. ഹോമോജീനിയസ് വാല്യൂസ് ആണ് അതിലുണ്ടാവുക. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡാറ്റ ടൈപ്പിൽ നിന്നാണ് ഉണ്ടാക്കുക. എങ്ങനെ നമുക്ക് ഡിക്ലെയർ ചെയ്യാം? ഡിക്ലറേഷൻ ഓഫ് ആൻ അറേ. എങ്ങനെ ഡിക്ലെയർ ചെയ്യാം ഒരു അറേ? ആദ്യം നമ്മൾ എന്ത് പറയണം? ഡാറ്റ ടൈപ്പ് പറയണം. ഏത് തരത്തിലുള്ള വാല്യൂസ് ആണ് അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റേണ്ടത് എന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് എന്ത് പറയണം? അറേയുടെ പേര് പറയണം, അറേ നെയിം പറയണം. അത് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൽ എന്ത് പറയണം? സൈസ് പറയണം, പരമാവധി എത്ര എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യാൻ പറ്റണം. അത് കഴിഞ്ഞിട്ട് സെമിക്കോളൻ. ദിസ് ഈസ് ദ സിന്റാക്സ് ഫോർ ഡിക്ലെയറിംഗ് ആൻ അറേ. ഒരു അറേ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി, ഒരു അറേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിന്റാക്സ് ആണ്. ഡാറ്റ ടൈപ്പ് പറയുന്നു, അറേയുടെ പേര് പറയുന്നു, സൈസ് പറയുന്നു. ഇൻഡിജർ അറേ ആണെങ്കിൽ ഡാറ്റ ടൈപ്പ് ഈസ് ഇന്റ്. അറേയുടെ പേര് സപ്പോസ് നമ്മൾ എക്സ് എന്നാണ് അറേയുടെ പേര് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എക്സ്. അതിൽ പരമാവധി നമുക്ക് 10 നമ്പറുകളാണ് സ്റ്റോർ ചെയ്യേണ്ടത്. ഇങ്ങനെ ഡിക്ലെയർ ചെയ്യാം. ഫ്ലോട്ട് നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അറേയാണ് വേണ്ടത്, ഫ്ലോട്ട്. നമ്മൾ അതിന് എഫ് എന്നാണ് പേര് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. അതിൽ നമുക്ക് 25 സംഖ്യകളെ നമ്പറിനാണ് സ്റ്റോർ ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് മാക്സിമം ഓഫ് 25 നമ്പേഴ്സ്. ക്യാരക്ടർ, അക്ഷരങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് വേണമെങ്കിൽ ക്യാരക്ടർ സി ഓഫ് സേ, അതിലൊരു 20 അക്ഷരങ്ങളുമാണ്. സി ഓഫ് 20. വളരെ വലുതോ വളരെ ചെറുതോ ഉള്ള ഹൈ പ്രിസിഷൻ ആവശ്യമുള്ള സംഖ്യകളെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡബിൾ ടൈപ്പ് ആണെങ്കിൽ ഡി ബി ഓഫ് സേ 10 സംഖ്യകൾ സ്റ്റോർ ചെയ്യാൻ. സോ ദിസ് ഈസ് ദ വേ ഓഫ് ഡിക്ലെയറിംഗ് എൻ അറേ. ഇങ്ങനെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുക. ഡാറ്റ ടൈപ്പ് പറയുന്നു, അറേയുടെ പേര് പറയുന്നു. Array's name is an identifier. We know the rules for naming identifiers. Alphabet ഉപയോഗിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ആൽഫബറ്റ്സും ഡിജിറ്റ്സും അണ്ടർസ്കോർ ഉപയോഗിക്കാൻ പാടുള്ളൂ. സ്പേസ് പാടില്ല, സ്പെഷ്യൽ സിംബൽസ് പാടില്ല എന്ന് പറയുന്ന റൂൾസ് ഉപയോഗിച്ചിട്ട് ഐഡന്റിഫയർ. ഈ ഐഡന്റിഫയർ കൊടുക്കുക, അതായത് അറേ നെയിം കൊടുക്കുന്നു, സ്ക്വയർ ബ്രാക്കറ്റ് പറയുന്നു, അതിൽ മാക്സിമം സൈസ് പറയുന്നു. ഡിക്ലറേഷനിൽ എപ്പോഴും ഇതെന്തായിരിക്കണം? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കണം, ഒരു ലിറ്ററൽ ആയിരിക്കണം, ഒരു ഇന്റിജർ ലിറ്ററൽ ആയിരിക്കണം. ഇവിടെ നമുക്കൊരു വേരിയബിൾ ഉപയോഗിക്കാൻ പാടില്ല.
എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് പകരം വൈയോ സെറ്റോ ഉപയോഗിക്കുക. സെറ്റിന്റെ വാല്യൂ 10 ആവും 10, സെറ്റിന്റെ വാല്യൂ 20 ആവും 20 എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇത് എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി എ ലിറ്ററൽ ഇൻഡിജർ ലിറ്ററൽ ഓർ ഇൻഡിജർ കോൺസ്റ്റന്റ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? അറേ ഡിക്ലെയർ ചെയ്യുക. അപ്പൊ നിങ്ങളോട് ചോദിക്കും, ഹൗ വിൽ യു ഡിക്ലെയർ ആൻ അറേ? എങ്ങനെയാണ് നിങ്ങളൊരു അറേ ഡിക്ലെയർ ചെയ്യുക? ദിസ് ഈസ് ദ സിന്റാക്സ്. ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുന്ന അറേയാണ് നമ്മൾ കാണിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ ചെയ്യാണ് ഇൻഡിജർ അറേയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇന്റ് അറേയുടെ പേര് നമ്മൾ കൊടുക്കുന്നു ലിസ്റ്റ് എന്നാണ് നമ്മുടെ അറേയുടെ പേര്. 10 നമ്പേഴ്സിനെയാണ് അതിൽ സ്റ്റോർ ചെയ്യുന്നത്. മേക്സ് എ ഡിക്ലറേഷൻ. ഇതിന്റെ സ്കീമാറ്റിക് എങ്ങനെ നമ്മൾ വരക്കും? പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് മെമ്മറി അലോക്കേഷൻ എങ്ങനെ കൊടുക്കാം? ഇറ്റ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ ദി ഡ്രോൺ ലൈക്ക് ദിസ്. ഇങ്ങനെ വരക്കാം. ഈ എൻറ്റയർ ഏരിയ, എൻറ്റയർ സ്പേസസ് നമ്മൾ ഫോർ ദ ടൈം ബീങ് ലിസ്റ്റ് എന്നാണ് അതിനെ വിളിക്കുക. ഇത് എത്ര ബൈറ്റുകൾ ഉണ്ടാവും മെമ്മറിയിൽ? എത്ര ബൈറ്റുകൾ റിസർവ് ചെയ്തിട്ടുണ്ടാവും? നോക്കുക, ഏതാണ് ഡാറ്റ ടൈപ്പ്? ഹിയർ ഇറ്റ് ഈസ് ഇന്റ്. ഗ്നു കമ്പൈലർ കളക്ഷനിൽ ഇൻഡിജറിന് എത്ര ബൈറ്റ് ഉപയോഗിക്കുന്നത്? 4 ബൈറ്റ്. ഒരു ഇൻഡിജറിന് 4 ബൈറ്റ്. എത്രയാണ് മാക്സിമം സൈസ്? 10. അപ്പൊ എത്ര വേണ്ടി വരും? 40. ഇതാകെ എത്ര ബൈറ്റുകൾ ഉണ്ടാവും? All these bytes, these together makes 40 bytes. ഇതെല്ലാം കൂടെ എത്ര ബൈറ്റ് ഉണ്ട്? 40 ബൈറ്റുകൾ ഉണ്ട്. ഇനി ഈ 40 ബൈറ്റിന് എത്ര കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്? 10 കഷ്ണങ്ങൾ. 1 2 3 4 1 2 3 4 5 6 7 8 9 10 pieces. ഈ ഓരോ കഷ്ണത്തെയും നമ്പർ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് നമ്പർ കൊടുത്തത്? 0 1 2 3 4 5 6 7 8 9. 10 എണ്ണം ആയതുകൊണ്ട് ഇൻഡെക്സ്, ആദ്യത്തിന്റെ ഇൻഡെക്സ് 0, അവസാനത്തിന്റെ ഇൻഡെക്സ് 9, 0 to 9. ഇനി നമുക്കറിയാം മെമ്മറി. ഇത് മെമ്മറിയാണ്. ഇതിനൊരു അഡ്രസ് ഉണ്ടാവും. തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ഇത് 4 ബൈറ്റുകൾ കൂടി ചേർന്നുണ്ടായതാണ്. 4 ഇങ്ങനെയാണ് പോകുന്നത്. ഈ 4 ബൈറ്റുകളിൽ സപ്പോസ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 100ാമത്തെ ബൈറ്റിൽ നിന്നാണെന്ന് വിചാരിച്ചു. 100. അടുത്തതിന്റെ ബൈറ്റ് 101, ഇത് 102, ഇത് 103. 100ാമത്തെയും 103ാമത്തെയും ബൈറ്റുകൾ. ഇങ്ങനെ ഈ 4 ബൈറ്റുകൾ ഒരുമിച്ച് കഴിഞ്ഞാൽ ഈ 4 ബൈറ്റും കൂടെ കൂടി ചേരുന്ന ഈ സ്ഥലമാണ് ലിസ്റ്റിന്റെ 0 എന്ന് പറയുന്ന ആദ്യത്തെ നമ്പറിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുക. അടുത്ത ഇത് എത്രയായിരിക്കും? 104, 105, 106, 107. ഇങ്ങനെ 4 ബൈറ്റുകൾ. 107. ഇങ്ങനെ മെമ്മറിയിലെ ബൈറ്റുകൾ തുടർച്ചയായിട്ടാണ് ഉപയോഗിക്കുന്നത്. That's why we are called it as contiguous memory location is allocated for an array. ഇങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നു. എന്നിട്ടോ ഈ സ്ഥലത്തെ ഈ സ്പേസിന് നമ്മൾ എന്ത് പറയും? ലിസ്റ്റിലെ 0th സ്പേസ്. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ പറയും? ലിസ്റ്റ് ഓഫ് 0 എന്ന് പറയും. ഇതിനെ നമ്മൾ എങ്ങനെ പറയും? ഈ എൻറ്റയർ സ്പേസിന്റെ പേര് എന്താണ്? ലിസ്റ്റ്. ഈ സ്പേസിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? 1 എന്ന് പറയുന്ന ഇൻഡെക്സ് ഉണ്ട്. സോ ഇറ്റ് ഈസ് കോൾഡ് ലിസ്റ്റ് ഓഫ് 1. ഇതോ this one entire space is list. ഈ പാർട്ടിന് എന്താ നമ്പർ കൊടുത്തത്? 5. സോ ലിസ്റ്റ് ഓഫ് 5. റിമെമ്പർ ദിസ് ഈസ് സ്ക്വയർ ബ്രാക്കറ്റ്. ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ തിരിച്ചറിയുക, എലമെന്റ്സിനെ ആക്സസ് ചെയ്യുക. ഇനി നമ്മൾ ഒരു അറേയിലേക്ക് എങ്ങനെയാണ് എലമെന്റ്സിനെ ഇനീഷ്യലൈസ് ചെയ്യുക? ഹൗ ടു ഇനീഷ്യലൈസ്, ഹൗ ടു ഗിവ് വാല്യൂസ്. ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ അറേയിലേക്ക് വാല്യൂസിന് കൊടുക്കാം. എങ്ങനെ കൊടുക്കാം? ഇൻഡിജർ അറേയാണ്. ഇന്റ് അറേയുടെ പേര് എക്സ് ആണ്. എക്സ് ഓഫ് 5, 5 എലമെന്റ്സ് ആണ് അറേയിലുള്ളത്. ഈക്വൽ ടു കേർലി ബ്രേസ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് കൊടുക്കുക ഒന്നാമത്തെ നമ്പർ 75, 20, 7, 62,
85 അങ്ങനെ കൊടുക്കാം. ഇങ്ങനെയാണ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ദിസ് വിൽ ക്രിയേറ്റ് an array. മെമ്മറിയിൽ ഇങ്ങനെ ഒരു array ക്രിയേറ്റ് ചെയ്യുന്ന നേരത്തെ നമ്മൾ പറഞ്ഞ റെപ്രസെന്റേഷൻ ആണെങ്കിൽ ദിസ് എൻറ്റയർ സ്പേസ് ഈസ് നോൺ ആസ് എക്സ്. ഇതിന് 5 കഷ്ണങ്ങൾ ഉണ്ടാവും. 5 കഷ്ണങ്ങൾ ഉണ്ടാവും. ഒന്നാമത്തെ കഷ്ണത്തിലേക്ക് ഫസ്റ്റ് അസൈൻ ചെയ്ത നമ്പർ, ഈ ലിസ്റ്റിൽ നിന്ന് ആദ്യത്തെ നമ്പർ ഇവിടെ 75 സ്റ്റോർ ചെയ്യപ്പെടും. ഇതിൽ 20 സ്റ്റോർ ചെയ്യപ്പെടും. ഇതിൽ 7, ഇതിൽ 62, this is 85. Now what is x of 3? ഇതിന് 0, 1, 2, 3, 4 എന്ന് പേര് കൊടുക്കും. Now what is x of 3? What is x of 3? ഇതിൽ x of 3 എന്താണ്? x of 3 is x ൽ മൂന്നാമത്തേത്, that is 62. What is x of 0? X of 0 is 75. Now suppose we are making another declaration. Char name of 10 equal to R A J U. ക്യാരക്ടർ അറിയാണ്. ക്യാരക്ടേഴ്സിനെ നമ്മൾ സിംഗിൾ കോട്ട്സിലാണ് കൊടുക്കുക. ഇങ്ങനെ കുറെ ലെറ്റേഴ്സിന് കൊടുക്കും. എന്ത് സംഭവിക്കും? എഗെയിൻ ഒരു ക്യാരക്ടറിന് എത്ര ബൈറ്റ് ആണ്? 1 ബൈറ്റ്. ഇതിന് എത്ര കഷ്ണങ്ങളാക്കി മാറ്റും? There will be 10 pieces. 1 2 3 4 5 6 7 8 9 10. Then ഓരോ ഫസ്റ്റിൽ R, this one J U. ഇതിന്റെ എൻറ്റയർ സ്പേസിന്റെ പേര് എന്താണ്? നെയിം. This is name of 0, this is name of 1, this is name of 2, this is name of 3. ഇങ്ങനെയാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. Now suppose we are creating another float AVG of 4 equal to 16.7, 17.2, 16.8, 19.1. No. What happens? Again, AVG എന്ന് പറയുന്ന പേരിൽ കുറച്ച് സ്പേസ് റിസർവ് ചെയ്യും. എത്ര സ്പേസ് ഉണ്ടാവും? ഒരു ഫ്ലോട്ടിന് 4, ആകെ 4 ഫ്ലോട്ട്, സോ 16 ബൈറ്റ്സ്. ഇതിനെ 4 കഷ്ണങ്ങളാക്കി മാറ്റും. ഒന്നാമത്തെ ഭാഗം 16.7, this is 17.2, this is 16.8, this is 19.1, and so on. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? അറേസിനെ ഇനീഷ്യലൈസ് ചെയ്യാം. എങ്ങനെ നമ്മൾ അറേയെ നമ്മൾ ഒരു പ്രോഗ്രാമിൽ ഉപയോഗിക്കും എന്നുള്ളത് നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.